വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. സമയം രാവിലെ 5 o'clock. ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, അങ്ങ് നേരത്തെ എഴുന്നേൽക്കുകയാണ്. അലാറമൊക്കെ യൂഷ്വലി 6:30 വെക്കുന്നത്. എന്നാലും ഒരു 2 ആഴ്ചയായിട്ട് തന്നെ അങ്ങ് എഴുന്നേൽക്കുക. അപ്പം ആദ്യം ചെയ്യുന്നത് കുടിക്കാനുള്ള എനിക്ക് ആ ചിയാ സീഡ് വെള്ളം, അത് ഒന്ന് ഇച്ചിരി വെള്ളം ചൂടാക്കി ചിയാ സീഡ് കുതിർക്കാനിട്ടിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് കേട്ടോ. കുറേ പേര് ഇപ്പോഴും വെയിറ്റ് ലോസ് കാര്യങ്ങൾ ഒന്ന് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തായിരുന്നു, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ ഞാൻ വെയിറ്റ് ലോസ് ആഫ്റ്റർ ഹിസ്റ്റക്ടമി എന്നും പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്ത്. അതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്ത്. ഇപ്പം ഞാനങ്ങനെ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു മെയിൻ്റനൻസിന് വേണ്ടി പോകുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ഏജിലൊക്കെ ഇനിയും ഒത്തിരി വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചാൽ മുഖമൊക്കെ അങ്ങ് വൃത്തികേടായി പോകും. അപ്പം ഞാനങ്ങനെ ഒരുപാട് ശ്രമിക്കുന്നൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ കുറേ നേരം ചിയാ സീഡ് കുതിർക്കാനിട്ടിട്ട് കുറച്ച് എഡിറ്റിംഗ് പണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എക്സസൈസ്, സൈക്ലിംഗ് ചെയ്യാൻ പോയി. സൈക്ലിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ ചിയാ സീഡ് കുടിച്ചു. വെളിയിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ഇരുട്ടാണ് ഇപ്പോഴും, മുരളിയുടെ ഉറക്കമാണ്. അപ്പം ചിയാ സീഡ് ഡ്രിങ്കാണ് ഞാൻ യൂഷ്വലി ഞാൻ എക്സസൈസിന് മുന്നേ ആണ് കുടിക്കാറ് കേട്ടോ. എക്സസൈസിന് മുന്നേ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വെറും വയറ്റിൽ എക്സസൈസ് ചെയ്യരുത്, എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ. ഇപ്പം ഞാൻ ഒരുപാട് നേരത്തെ എഴുന്നേറ്റുകൊണ്ടാണ് ഞാൻ ആദ്യം അത് കുതിർക്കാനിട്ടിട്ട് പോയി എക്സസൈസ് ചെയ്തത്. പിന്നെ രാവിലെ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തേക്കുള്ള മെനു എന്ന് പറയുന്നത് ഒരു ഗീ റൈസും ചിക്കൻ റോസ്റ്റുമാണ്. അപ്പം ഗീ റൈസിന് വേണ്ടി അരി ഒന്ന് കുതിർക്കാനിടാനായിട്ട് ഞാൻ നോക്കിയപ്പം ഇതില്ല, ഖൈമ റൈസ് ഇല്ല. സാധാരണ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഖൈമ റൈസാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, ഈ കോഹിനൂറിൻ്റെ അതാണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ അതും നോർമൽ ബസ്മതി റൈസാണ്. പിന്നെ അത് 1 കപ്പ് നല്ലപോലെ കഴുകിയിട്ട് കുതിർക്കാനിട്ടു. പിന്നെ സവോളയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചു. അരിയുന്നത് ഞാൻ ചോപ്പറിൽ അരിയാന്നാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തൊലി കളഞ്ഞിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഈ ചോപ്പറല്ല, എൻ്റെ ഫുഡ് പ്രോസസ്സറാണുള്ളത്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. മുകളിൽ നിന്ന് ഇങ്ങനെ ഇട്ടാൽ അത് സ്ലൈസർ ബ്ലേഡ് ഇട്ടാൽ സ്ലൈസായി വരും. പക്ഷേ എനിക്ക് നല്ലൊരു അബദ്ധം പറ്റി. ഞാൻ സ്ലൈസർ ബ്ലേഡ് ഇട്ടു, അപ്പം സ്ലൈസ് ചെയ്തും വന്നു. പക്ഷെ അകത്ത് ആ ചോപ്പർ ബ്ലേഡും കൂടെ കിടപ്പുണ്ടായിരുന്നു, അത് മാറ്റാൻ മറന്നുപോയി. അപ്പം നല്ല ചതഞ്ഞ് അരിഞ്ഞ് എൻ്റെ സവോള വന്നു. ചോപ്പിങ്ങും സ്ലൈസിങ്ങും കൂടെ ഒരുമിച്ച് ചെയ്താൽ ഇതാണ് റിസൾട്ട് എന്ന് നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം ഞാൻ കാണിച്ചു തന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ സവോള ഇങ്ങനെ ചതഞ്ഞരിഞ്ഞ് വന്നത്, സ്ലൈസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ അത് ചതഞ്ഞു പോയി, ചോപ്പിങ്ങും സ്ലൈസിങ്ങും കൂടെ ഒരുമിച്ചായിപ്പോയി. അപ്പോഴത്തേക്കും സമയം ഏകദേശം ഒരു 6:30 ഒക്കെ കഴിഞ്ഞ് മുരളിയേട്ടൻ പതുക്കെ എഴുന്നേറ്റ് വന്നു. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന് മേടിച്ചൊരു സംഭവമാണ്. എൻ്റെ പുതിയ കാസ്റ്റ് അയൺ പാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് കടകളിൽ ഇത് തപ്പി കയറി ഇറങ്ങി നടന്നത്. അവസാനം ഞാൻ മേടിച്ചു. അതെവിടെ നിന്നാണെന്നറിയാമോ? ഇൻഡസ് വാലിയുടെ കാസ്റ്റ് അയൺ കുക്ക്വെയർ. ഇൻഡസ് വാലിയിൽ നിന്ന് മേടിക്കാൻ കാരണം ഞാൻ ഒരുപാട് അതിനെപ്പറ്റി റിസർച്ചും സ്റ്റഡിയും ഒക്കെ നടത്തിയിട്ട് ഇൻഡസ് വാലി ഭയങ്കര നല്ല ബ്രാൻഡാണെന്ന് മനസ്സിലാക്കി. ഇവരുടെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഡച്ച് ഓവനും ഇങ്ങനെ കാസ്റ്റ് അയൺ പാന്, കടായി ഒക്കെ ഉണ്ട്. ഇൻഡസ് വാലിയുടെ ആകുമ്പോൾ നമുക്ക് എന്ത് ടൈപ്പ് കുക്കിംഗ് വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാം. ഇന്ത്യൻ ക്യുസീൻസ് ആണെങ്കിലും നാടനോ അല്ലാതെ ചൈനീസോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഡസ് വാലിയുടെ. ഇതിനകത്ത് സ്നാക്സും സ്വീറ്റ്സും ഒക്കെ അങ്ങനെ പ്രശ്നമില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയാണ് മേടിക്കുന്നത്. ഇത് ഭയങ്കര നല്ല ഹെവിയാണ്, എന്നാൽ ഉപയോഗിക്കാനൊക്കെ ഈസിയാണ് കേട്ടോ. ഞാനിത് അതാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. നല്ല സ്ട്രോങ്ങുമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സീസണാണ്, പ്രീ സീസണാണ്. ഇങ്ങനൊരു സിലിക്കൺ ഹാൻഡിലും കൂടെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിടി ചൂടാവാതെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഈ പിടി കൂടെ ഇരുമ്പായതുകൊണ്ട് അത് ചൂടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് മാത്രം നിങ്ങൾ അതും കൂടെ അവരുടെ സൈറ്റിൽ തന്നെ കിട്ടും കേട്ടോ, ഇങ്ങനെ ഒരു സിലിക്കൺ ഹാൻഡിൽ കൂടെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഓൾറെഡി പ്രീ സീസൺഡാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങുന്ന മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. സാധാരണ നമ്മൾ ഫസ്റ്റ് ഒരു പാത്രം മേടിച്ച് എന്താ ചെയ്യേണ്ടത്? സാധാരണ സോപ്പും വെള്ളമൊക്കെ ഇട്ടൊന്ന് കഴുകണം. അപ്പം നമ്മളിതിനെ ഒന്ന് സീസൺ ചെയ്തെടുക്കുകയൊന്നും വേണ്ട, ഇവർ സീസൺ ചെയ്ത് തന്നെയാണ് തരുന്നത് കേട്ടോ. അപ്പം ഒന്നും ചെയ്യണ്ട, നമ്മൾ ആദ്യം സോപ്പും വെള്ളവും ഇട്ട് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ആദ്യം എല്ലാവർക്കും ഈ ഇരുമ്പൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് അയണൊക്കെ മേടിക്കുമ്പോൾ ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കരിഞ്ഞു പോകും. അപ്പം ഞാനിത് ഉണ്ടാക്കിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അതങ്ങനെ കെമിക്കൽ കോട്ടിംഗ് ഒന്നുമില്ല, അങ്ങനെയൊന്നും അല്ല ചെയ്തേക്കുന്ന. ഒരു കെമിക്കൽ കോട്ടിംഗ് ഇല്ല, 0% കെമിക്കൽ കോട്ടിംഗ് ആണ് കേട്ടോ ഇൻഡസ് വാലിയുടെ ഈ പാത്രങ്ങളൊക്കെ.
ടോക്സിൻ ഫ്രീയും ഫുഡ് സേഫുമാണ്. അതുകൊണ്ടാണ് ഞാനത് മേടിക്കാൻ കാരണം തന്നെ. അത് ഞാൻ നേരത്തെ നിങ്ങളുടെ എൻ്റെ വീഡിയോസ് കണ്ടാൽ അറിയാം, ഞാൻ കുറേ കടകൾ ഇത് തപ്പി നടന്നതാണ്. അപ്പോൾ ആദ്യം നന്നായിട്ട് കഴുകി ജസ്റ്റ് ആ കളർ വെള്ളം പോകുന്നത് വരെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തെടുത്തു. എന്നിട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് ഒന്ന് തുണി വെച്ചിട്ട് തുടച്ചെടുക്കും. ഇത് എല്ലാ പ്രാവശ്യവും കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ നല്ല ഒന്ന് കഴുകിയിട്ട് ഇതേപോലെ തുടച്ച് ചൂടാക്കി വെക്കണം കേട്ടോ. ഇത് തുരുമ്പിക്കാതിരിക്കാൻ അങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കേണ്ടതും. എന്നിട്ട് ചൂടായി കഴിഞ്ഞ് ഇതേപോലെ ഓയിൽ പുരട്ടിയെടുത്താൽ നമുക്ക് ഫസ്റ്റ് യൂസിന് അങ്ങനെ അപ്പം തന്നെ യൂസ് ചെയ്യാം. അപ്പം ഞാനിത് മേടിച്ച ഉടനെ നിങ്ങളെ യൂസ് ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്തിട്ടും ഇതേപോലെ കഴുകി അപ്പം തന്നെ ചൂടാക്കി എണ്ണ തേച്ച് വെക്കണം കേട്ടോ, തുരുമ്പിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ സൂക്ഷിക്കണം. നമുക്ക് നമ്മുടെ ജീവിതകാലം മൊത്തം ഇത് സൂക്ഷിക്കാം, ഒരിക്കലും ചീത്തയായി പോവില്ല. 100 വർഷം വേണമെങ്കിലും ജനറേഷൻസ് ആൻഡ് ജനറേഷൻ നമുക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കാം, പിള്ളേർക്കും ഒക്കെ കൊടുക്കാം ഈ സംഭവം ഉണ്ടെങ്കിൽ. അപ്പം ഈ ഞാൻ ഈ കാണിക്കുന്നത് അതേ റിപ്പീറ്റ് ചെയ്യാണ്, ഇങ്ങനെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞും സൂക്ഷിച്ച് വെക്കണം. അപ്പം നിങ്ങൾക്ക് ഓണത്തിനൊക്കെ മേടിക്കാവുന്നൊരു സംഭവമാണ് കേട്ടോ. കരിഞ്ഞു പോകുന്നുമില്ല. എനിക്കത് ഉണ്ടാക്കിയപ്പോൾ തന്നെ മനസ്സിലായി. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു ചിക്കൻ റോസ്റ്റോ നല്ലൊരു ചിക്കൻ ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റോ എന്നൊക്കെ പേരിടാവുന്നൊരു സംഭവം ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കിലോ ചിക്കൻ അല്ലെങ്കിൽ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുരട്ടി തലേദിവസം വെച്ചിരുന്നു, അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് പുരട്ടി വെച്ചാലും മതി കേട്ടോ. ഞാൻ ജസ്റ്റ് രാവിലെ എല്ലാം കൂടെ ധൃതി ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് തലേദിവസം പുരട്ടി വെച്ചതേ ഉള്ളൂ. മാക്സിമം അരമണിക്കൂർ പുരട്ടി ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് തലേദിവസം പുരട്ടി ഞാൻ ഫ്രീസർ വെച്ചിരുന്നുകൊണ്ടാണ് കുറച്ചൊന്ന് ഇതായി പോയത്. എന്നിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ പാനിലോട്ട് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര എണ്ണ, അല്ലെങ്കിൽ അധികം എണ്ണയൊന്നും ആവശ്യമില്ല. ആ എണ്ണയിലോട്ട് ഒരു 4-5 വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ടു, ഒരു 5-6 പച്ചമുളക്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എണ്ണയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴാണ് ചിക്കൻ ഇട്ടത്. അപ്പോൾ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഫ്ലേവർ വെളിച്ചെണ്ണയിലോട്ട് ഇറങ്ങും. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എന്നിട്ട് ചിക്കൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ്, അങ്ങനെ അല്ലാതെ ഭയങ്കര നോർമൽ ഫ്രൈ പോലല്ല, 5 മിനിറ്റ്സ് ഒരു സൈഡ് 5 മിനിറ്റ്സ് മറ്റേ സൈഡ്, മൊത്തം ഒരു 10 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയാണ്, നോർമൽ ഫ്രൈ അല്ല, നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആക്കി എടുക്കണ്ട. ഇപ്പോൾ ഞാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ, ഒട്ടും അടി പിടിക്കാതെ നോൺ സ്റ്റിക്കിനെക്കാളിലും ഉഗ്രനായിട്ട് ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. എനിക്കത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല രസമായിട്ട് വന്നു, നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാൻ നല്ല രസമുണ്ട്. ഇങ്ങനത്തെ അയൺ ഇതിൽ ഫസ്റ്റ് ടൈമാണ് ഈ ടൈപ്പ്. മറ്റേ എൻ്റെ ഇങ്ങനെ ചീനിച്ചട്ടി ഉണ്ട് അയണിൻ്റെ, ഞാൻ വറക്കാനൊക്കെ എടുക്കാറുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ കുക്കിങ്ങിന് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രസമുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. നോൺ സ്റ്റിക്കിനേക്കാളിലും ഒക്കെ നോൺ സ്റ്റിക്ക് പാനിനേക്കാളും നല്ല ഈസിയാണ്. എന്നിട്ട് ആ സെയിം 2ാമത് എണ്ണ ഒഴിച്ചില്ല, അത്ര എണ്ണ എടുത്താൽ മതി സാധാരണ. അപ്പോൾ നോൺ സ്റ്റിക്കിനേക്കാളും നല്ല ഇതാണ്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കേട്ടോ. എന്നിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ചതഞ്ഞരിഞ്ഞ സവോള, അത് ഏകദേശം ഒരു 4 സവോള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 3/4 ഭാഗം സവോള ഇട്ടു. പിന്നെ സവോള ചതഞ്ഞരിഞ്ഞുകൊണ്ട് ഞാൻ അതൊന്ന് ഡ്രൈ ആവാനായിട്ട് അതിലോട്ട് സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടു. അല്ലെങ്കിൽ ഉപ്പ് പിന്നെ ഇട്ടാലും മതിയായിരുന്നു. ഇപ്പോൾ സവോളയുടെ വെള്ളത്തിൻ്റെ അംശം അതുപോലെ വെള്ളം ഇറങ്ങിയില്ലേ, വെള്ളം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പും കൂടെ ആദ്യം അങ്ങ് ഇട്ടത്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുവാണ് സവോള. ഞാൻ ഇൻഡസ് വാലി നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ മേടിച്ചത് 10 ഇഞ്ചിൻ്റെ ഒരു പാനാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. ഞാൻ അതിനകത്തുള്ളതിൽ ഏറ്റവും വലുതാണ് എടുത്തത്. എല്ലാത്തിനും ഇതിനകത്ത് ഓൾമോസ്റ്റ് എഴുതിയേക്കുന്ന ഒരു 1.7 ലിറ്റർ കപ്പാസിറ്റിയാണ് എഴുതിയേക്കുന്നത്. അപ്പം വലുതെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഉള്ളതിൽ വലുതെടുത്ത്. ചെറുതും ഉണ്ടായിരുന്നു, അടപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചെറുതെടുത്താൽ എല്ലാ കുക്കിങ്ങിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വലിയ സൈസ് നോക്കി മേടിച്ചപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചതന്നേ ഉള്ളൂ. കാരണം ഞാൻ നേരത്തെയൊക്കെ കാണിച്ചിട്ടില്ല കടയിൽ പോയത് മേടിക്കാൻ തപ്പിയതൊക്കെ. പിന്നെ ഞാൻ ചെയ്തത് നേരത്തെ ഒരു സാലഡിന് വേണ്ടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ കേട്ടോ. പിന്നെ സവോള ഒന്ന് ജസ്റ്റ് മുരിഞ്ഞ് മൂത്ത് വന്നപ്പോഴത്തേക്കും മുളക് പൊടി ചേർത്ത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ ആ സെയിം ക്വാണ്ടിറ്റി തന്നെ മല്ലിപ്പൊടി ചേർത്തു. മൂത്ത് വന്നപ്പോഴത്തേക്കും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ അരച്ച് ചേർക്കുക. ഞാനിപ്പോൾ ടൊമാറ്റോ അരച്ച് ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം ടൊമാറ്റോ അരച്ച് അപ്പം തന്നെ ചേർത്താലും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ടൊമാറ്റോ മുറിച്ച് ചേർക്കുന്നതിനേക്കാൾ ഇതിനകത്ത് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നതാണ് നല്ലത്. ടൊമാറ്റോ അരച്ച് ചേർക്കണം, അപ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. ടൊമാറ്റോ അരച്ച് ചേർക്കണം. അപ്പോൾ നല്ല ഇങ്ങനെ ഡാർക്ക് കളർ, നല്ല ബ്രൗൺ കളർ, നല്ലൊരു ചിക്കൻ കറി കിട്ടും. അപ്പം എന്നിട്ട് ചേർക്കുന്നത് ഗരം മസാല.
അത് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്തു. പിന്നെ കറിവേപ്പില ചേർത്ത്. പിന്നെ ചേർക്കുന്നത് നല്ല തിളച്ച വെള്ളം. ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ, അത് ആ ടേസ്റ്റേ മാറിപ്പോവും. പച്ചവെള്ളത്തിനൊരു പച്ച ടേസ്റ്റാണ്. അപ്പോൾ പച്ചവെള്ളം ചേർക്കരുത്, നല്ല തിളച്ച വെള്ളം ചേർത്ത് ഈ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ട് ചിക്കൻ ഇടാവും. ലൂസായിട്ടുള്ള ഗ്രേവിയിലോട്ട് ഇടരുത്. നല്ല തിളച്ച വെള്ളം ചേർത്ത് നല്ല കുറുകി കഴിയുമ്പം അതിലോട്ട് ചിക്കൻ പീസ് ഇടണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു കറി കിട്ടും. അല്ലാതെ പച്ചവെള്ളം ഒഴിക്കുക, പിന്നെ ഇങ്ങനെ വെള്ളമായിട്ടിരിക്കുമ്പോൾ ചിക്കൻ ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോൾ ചിക്കൻ കറിയുടെ ടേസ്റ്റേ മാറും. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ചിക്കൻ കറി കിട്ടും. നല്ല ഹോട്ടലൊക്കെ കിട്ടുന്ന ബ്രൗൺ ചിക്കൻ കറി കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ചിക്കൻ കറി ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. മുരളിയുടെ ഓഫീസിലൊക്കെ കൊണ്ടുപോയി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ചിക്കൻ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഈ ടൊമാറ്റോ അരച്ച് ചേർക്കുക, അതൊക്കെ ഒന്ന് ചെയ്താൽ മതി. ഞാനിത് ടൊമാറ്റോ വേവിച്ചിട്ട് അരയ്ക്കുന്നതാണ് കേട്ടോ. ഫ്രീസ് ചെയ്ത് ഞാനത് കാണിച്ചിട്ടുണ്ട് ഓൾറെഡി വീഡിയോയിൽ. ഫ്രീസ് ചെയ്ത് വെക്കുന്നത് വേവിച്ചിട്ട് അങ്ങനെ. പിന്നെ ലാസ്റ്റും കൂടെ ഇച്ചിരി കറിവേപ്പില ചേർത്തു. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല സൂപ്പറാണ്. ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പില കൂടെ ചേർത്തു. അങ്ങനെ നമ്മുടെ അയൺ പാനിൻ്റെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നല്ല ഒന്നാന്തരം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഒന്ന് ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കുക. അയൺ പാൻ വേണ്ടവർക്ക് ഇൻഡസ് വാലിയുടെ ഇതിൽ നിന്ന് മേടിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പം ഞാൻ മേടിച്ചാൽ പറഞ്ഞില്ല 10 ഇഞ്ചിൻ്റെ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് അനുസരിച്ച് മേടിക്കുക. വേറെ കടായി ഒക്കെ ഉണ്ട്, ഞാനിത് മേടിച്ചതേ ഉള്ളൂ. അടുത്ത് നമ്മുടെ ഗീ റൈസിന് വേണ്ടിയിട്ട് മസാലകളൊക്കെ ചേർത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പട്ട ചേർത്തില്ല ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം നല്ലപോലെ ചേർത്തു. ഇച്ചിരി കുരുമുളകും. പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് വളരെ കുറച്ച് 1/2 ടീസ്പൂൺ ചേർത്തുള്ളൂ. പിന്നെ അതിലോട്ട് ബാക്കി ചതഞ്ഞ സവോളയും പച്ചമുളകും കൂടെ ചേർത്തു. ഇതൊന്നും സവോള ചതച്ചല്ല കേട്ടോ, സ്ലൈസായിട്ട് മതിയെ, ചതഞ്ഞ് പോയതുകൊണ്ടാണ്. പിന്നെ അതൊന്ന് ജസ്റ്റ് സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതിലോട്ട് കാഷ്യൂ കിസ്മിസും കൂടെ, അത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു, അതേ മറന്നുപോയി. അതുകൊണ്ട് സൈഡിലോട്ട് കാഷ്യൂ കിസ്മിസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സവോള ഒന്ന് ജസ്റ്റ് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് എനിക്ക് അതിന് വേറെ പാത്രം ഒന്നും എടുക്കാൻ വയ്യായിരുന്നു, അതുകൊണ്ടാണ്. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും മറ്റേ കഴുകി കഴുകി ഊറ്റി വെച്ചിരുന്ന മറ്റേ ബസ്മതി റൈസിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഭംഗിക്ക് ക്യാരറ്റ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് സാലഡും കൂടെ ആക്കിയത്. നല്ലതല്ലേ, വൈറ്റമിൻ എ ആണെന്ന് തോന്നുന്നു ക്യാരറ്റ്, നല്ലതല്ലേ ക്യാരറ്റ്. പിന്നെ 1 കപ്പ് റൈസിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കിട്ടും, തിളച്ച വെള്ളം. പിന്നെ കുറച്ച് നാരങ്ങ കൂടെ പിഴിഞ്ഞിട്ടു. അപ്പം റൈസ് നല്ല വീർത്ത് വരും. ഈ നെയ്ച്ചോറിന് ആക്ച്വലി നല്ലത് ജീരകശാല ചെറിയ അരിയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ബസ്മതി റൈസ് ആയതുകൊണ്ട് പക്ഷെ നല്ല രസമായിട്ട് വന്നു കേട്ടോ. കണ്ടോ, നല്ല ഒട്ടാതെ നല്ല കറക്റ്റ് പരുവത്തിൽ നല്ലതായിട്ട് വന്നു. പക്ഷേ ജീരകശാലയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. അത് കഴിഞ്ഞ് എൻ്റെ യൂഷ്വൽ പരിപാടി ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവുമല്ലോ എനിക്ക് OCD ആണോ എന്ന്. എനിക്ക് കിച്ചൺ എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നമ്മളൊരു വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കണം, എന്നാലും അവിടെ ഒരു വീടും കിച്ചണും ഒക്കെ എപ്പോഴും നല്ല നീറ്റായിട്ട് വെക്കുന്നതാണ് വീട്ടിലൊരു ഐശ്വര്യത്തിനും ഒക്കെ നല്ലത്. എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ അത്. നമുക്ക് കാണുമ്പോഴും അവിടെ ഉള്ളവർക്കൊക്കെ ഒരു പോസിറ്റിവിറ്റി കിട്ടും വീടെപ്പോഴും. അത് വീട്ടിലെ ഒരു എല്ലാവരുടെയും ഒരു മ്യൂച്വൽ എഫേർട്ടാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞ് തൈര് മിക്സ് ചെയ്തൊരു ക്യാരറ്റ് സാലഡ് ഉണ്ടാക്കി. ഇതാണ് മുരളിയേട്ടന് കൊടുത്തയക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ മുരളിയേട്ടൻ കഴിച്ചു, മുരളിയേട്ടൻ ഇറങ്ങി. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ഗാർഡനിങ് നല്ല അകത്ത് ഇൻഡോർ പ്ലാന്റ്സിലെ വാടിയ ഇലകളൊക്കെ ഒന്ന് മാറ്റി, അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ മാറ്റി, വെള്ളത്തിൽ വെച്ചേക്കുന്നതിൻ്റെ വെള്ളമൊക്കെ ഇടയ്ക്കൊന്ന് കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് ശരിയാക്കണമല്ലോ. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് പരിപാടികൾ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സമയം എക്സ്ട്രാ ഉണ്ടായിട്ടല്ല, എന്തായാലും എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും ഓരോ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും ഇതൊക്കെ ഓടിപ്പോയി ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് റിലാക്സ്ഡ് ആകും, കുറച്ച് സന്തോഷം. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ബിസി ആയിട്ടോ. അതായത് 4 മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് നിന്ന് എഡിറ്റ് ചെയ്യുന്നത്. കാരണം ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. ഇപ്പോൾ ഓണപ്പരിപാടിയൊക്കെ ആയതുകൊണ്ട് തിരുവാതിര പ്രാക്ടീസും ഡാൻസ് പ്രാക്ടീസും ഒക്കെ തകൃതിയായിട്ട് നടക്കുക. അപ്പോൾ രാവിലെ 10 മണിക്ക് പോയാൽ പിന്നെ 1 മണിക്കേ വരത്തുള്ളൂ. വീണ്ടും രാത്രി 8:30 ഡാൻസ് പ്രാക്ടീസിന് പോകും. രാത്രി 8 തൊട്ട് 9 വരെ അങ്ങനെ ആകെ ഓട്ടമാണ്. രാത്രിയിൽ ഇങ്ങനെ നല്ല ക്ഷീണമായിട്ടാണ് കിടന്നുറങ്ങുന്നത്. പക്ഷെ എന്നാലും രാവിലെ 4 മണി, ചില ദിവസം 3:30 അങ്ങ് ഫ്രഷായിട്ട് ഉണരുക, പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന് ആ സമയത്ത് എന്നാൽ പിന്നെ എഡിറ്റിങ്ങും ഒക്കെ അങ്ങ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് ചില ദിവസം വീഡിയോസ് കാണാത്തത്, ഭയങ്കര ടയേർഡായി പോകുന്ന ദിവസം.
പിന്നെ ഞാൻ ആ വെളിയിൽ ചെരുപ്പ് സ്റ്റാൻഡ് അവിടെ കുറച്ച് ഇതൊക്കെ കൊണ്ട് വെച്ചു. അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ ദിവസത്തെ പരിപാടികൾ. ഈ ഇതിൽ കാണുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഇടയ്ക്ക് മുരളിയേട്ടന് എന്താണ് ഒരു പയറുതോരൻ, മുരളിയേട്ടൻ രാത്രി കഞ്ഞിക്ക് ചാമ അരി കഞ്ഞിയും പയറുതോരനും വേണ്ടി കഞ്ഞി രാത്രിയിലേ ഉണ്ടാക്കുകയുള്ളൂ. പയറുതോരനങ്ങ് ഉണ്ടാക്കി വെച്ചാൽ ഇതെൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന അനിതയാണ് കേട്ടോ. ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന അനിതയാണ്. അനിതയാണ് പാത്രമൊക്കെ കഴുകി തരുന്നത്. പിന്നെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അനിതയാണ്. അപ്പം പയറുതോരനൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പാത്രം കൂടെ അനിത കഴുകി തരുമല്ലോ. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഡാൻസിന് ഇറങ്ങുന്നത്. എത്തിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ ഇരുന്ന് നല്ല ഹാപ്പി ആയിരുന്നു. നല്ല ഗുഡ് ഫുഡല്ലേ, ഗീ റൈസും ചിക്കൻ റോസ്റ്റൊക്കെ. ഇങ്ങനെ ഇപ്പോൾ ഈ ഡാൻസിനൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കുറേ പേരെ കാണുന്നു, സംസാരിക്കുന്നു. അപ്പം നല്ല ഇതായിട്ട് പോകുന്നുണ്ട് ഇപ്പം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.